പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രമുഖ പത്രങ്ങൾ വന്നിട്ടില്ല. കാരണം നല്ല മഴയായിരുന്നു ഇവിടെ മൊത്തത്തിൽ. അതുകൊണ്ട് പത്രം ഒന്ന് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് ബാക്കി ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഇത്രയും വലുതായിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് മൊബൈലിൽ തന്നെ ഡെയിലി ഹണ്ട് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഞങ്ങൾ ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തകളും ഇന്നലത്തെ പ്രധാന വാർത്തകളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ പ്രമുഖ പത്രങ്ങൾ ഇന്ന് വന്നിട്ടില്ല, മഴയാണ്. അപ്പോൾ പ്രമുഖ പത്രങ്ങൾ വെച്ചുള്ള പത്രവാർത്താസ് നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നപ്പോൾ ഡെയിലി ഹണ്ടിലെ വാർത്തകൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. അതെ, മൊത്തത്തിൽ നിറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോ പ്രധാനമായിട്ട് വന്നൊരു വെളിപ്പെടുത്തൽ, അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും പത്രക്കാരൻ വന്നോന്ന് തോന്നുന്നു. എന്തോ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. വൈകിയതിന് ഞങ്ങളുടെ സാറ് ചീത്ത പറയായിരിക്കും. ഞങ്ങളതാണ് മൈൻഡ് ഔട്ട് ആയത്. അവിടെ വന്നോ? പത്രക്കാരൻ വന്നോ? പത്രം വന്നോ? ഓ, അയ്യോ, വിളിക്കുന്ന നല്ലോണം കേട്ടിട്ടുണ്ടെന്ന് തോന്നട്ടോ പത്രക്കാരനെ. ലൈവ് പോട്ടെ. പത്രം വന്നു. മഴ കാരണം ലേറ്റ് ആയത്. എന്താ പറഞ്ഞ പുള്ളി? എന്താ പത്രം ലേറ്റ് ആവുന്ന പറഞ്ഞത്? എല്ലാ പത്രം വന്നു. ഓക്കെ, എല്ലാവർക്കും വിതരണം ചെയ്യാം. മാതൃഭൂമി, ദേശാഭിമാനി, മനോരമ, മംഗളം, കൗമുദി എല്ലാം ഉണ്ട്. പ്രമുഖ വാർത്തകളൊക്കെ ഒന്ന് നോക്കിക്കോ. അങ്ങനെ ദീപിക, മംഗളം. എന്ത് വേണം? മലയാള മനോരമയിലെ ഫ്രണ്ട് പേജിൽ തന്നെ നല്ല അസല് പരസ്യമുണ്ട്. അജ്മൽ ബിസ്മിയില് 20 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളൊക്കെ അതെ. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്ത, ഞങ്ങൾ നേരത്തെ വാർത്തയിലേക്ക് പോവാം. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഷക്കീലയാണ്. ഷക്കീല നടത്തിയ വെളിപ്പെടുത്തല് പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ന്യൂസ് 18 പോലത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷക്കീല വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. അവര് നേരിട്ട ഒരുപാട് സഹപ്രവർത്തകർ നേരിട്ട കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവര് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള പല നടിമാരുടെയും വാതിലിൽ മുട്ടുന്നതും, അതുപോലെ ഇവരെല്ലാവരും അന്യ സംസ്ഥാനക്കാരാണ്. അതാണ് ശ്രദ്ധിക്കണം. അന്യ സംസ്ഥാനത്തുനിന്ന് ഇവരെ വിളിച്ചു വരുത്തി പരമാവധി ഉപയോഗിച്ചു എന്നുള്ള രീതിയിലാണ് ഷക്കീല വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ചില വ്യക്തികളുടെ പേരുകളും, പവർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഗ്രൂപ്പ് ആരാണെന്നുള്ള സംശയങ്ങളൊക്കെ ഷക്കീല ദൂരീകരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ആരാധിക്കുന്ന ചില വ്യക്തികളുടെ പേരുകളും ഷക്കീല പറയുന്നുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, മുകേഷ് പ്രധാനമായിട്ട് അങ്ങനെ പറയുന്നുണ്ട്. പണ്ട് മുതലേ ഉണ്ട്. അതിൽ ആദ്യം ഉണ്ടായിരുന്നത് മോഹൻലാല്, മമ്മൂട്ടിയാണ്. ഇപ്പോഴാണ് മുകേഷ് ഉണ്ടെന്നാണ് ഷക്കീല പറയുന്നത്. അതെ, എല്ലാ ഭാഷയിലും ഇത്തരത്തിൽ ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും മലയാള സിനിമയിൽ അന്നും ഇന്നും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ഷക്കീല പറയുന്നുണ്ട്. അവർ തന്നെയാണ് ഇപ്പോഴും സിനിമ ഭരിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും അല്ലാതെ വേറെ ആരാണ് പവർ ഗ്രൂപ്പ്? മുകേഷ് ഉണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ മെയിൻ മോഹൻലാലും മമ്മൂട്ടിയാണെന്ന് ഷക്കീല തുറന്നു പറയാണ്. പലരും ആ പേരുകൾ പറയാൻ മടിക്കുമ്പോൾ ഷക്കീല വളരെ തുറന്നു പറയാണ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഷക്കീലയുടെ സിനിമക്കെതിരെയും മലയാള സിനിമാ രംഗത്ത് ഒരു ഗൂഢ നീക്കങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതായത് അവരുടെ സിനിമകൾക്ക് സെൻസർ കൊടുത്തില്ല, ബാൻ ചെയ്യാൻ വരെ ആലോചിച്ചു എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഒരു മുസ്ലിം മന്ത്രിയോട് പോയിട്ട്
ഇവരെ കുറിച്ച് സംസാരിച്ചു എന്ന്. അമ്മ അസോസിയേഷനാണ് അങ്ങനെ ചെയ്തതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. അതെ അതെ ഒരു നടനിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ അവർ അറിഞ്ഞതെന്നും പറയുന്നു. ആ നടൻ അന്തരിച്ചെന്നും ഷക്കീല പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ പത്ര മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത മുകേഷിന്റെ രാജിയാണ്. മുകേഷിന്റെ രാജി വെച്ചിട്ടില്ല, പക്ഷെ ആ രാജിക്ക് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ രാജി ഇപ്പൊ വെക്കണ്ടെന്നാണ് അവരുടെ നേതാക്കൾ പറയുന്നത്. ലൈംഗികാരോപണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന കാര്യത്തിലാണ് CPM തീരുമാനമെടുക്കേണ്ടതെന്ന് പറയുന്നത്. ഇപ്പോ അതെ അതെ മുകേഷിന്റെ രാജി CPM തീരുമാനിക്കേണ്ടതെന്ന് CPI പറയാണ്. അതായത് CPM ആണ് അതിന്റെ ഒരു നിലപാട് എടുക്കേണ്ടത്. ഇവര് രണ്ടുപേരും ഒരു സഖ്യകക്ഷികളാണെങ്കിൽ കൂടി CPMന്റെ MLA ആണ് മുകേഷ്. അപ്പൊ CPM ആണ് അതിന്റെ നിലപാടെടുക്കേണ്ടത്. ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട് ഈ രാജിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. ഇന്നലെ CPIയുടെ ഒരു ബോർഡ് മീറ്റിംഗിൽ ഈ മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോലാഹലങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ഒരു ഐക്യകണ്ഠേന അവര് ആ രാജി തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും നല്ലതെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് CPI എത്തിയിരിക്കുന്നത്. പക്ഷെ തീരുമാനിക്കേണ്ടത് CPM ആണ്. തീർച്ചയായും നടൻ ജയസൂര്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസൊക്കെ എടുത്തിട്ടുണ്ട്. ജയസൂര്യക്കെതിരെ വീണ്ടും ആരോപണങ്ങൾ വരുന്നുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസും വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ജയസൂര്യ, അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു, പിന്നെ ഇടവേള ബാബു, VK പ്രകാശ്, നോബിൾ, വിച്ചു തുടങ്ങിയവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അപ്പോ രാജിവേണ്ടെന്നാണ് CPM പറയുന്നത് മുകേഷിന്റെ കാര്യത്തില്. ഇപ്പൊ തൽക്കാലം രാജി വേണ്ട എന്നൊരു നിലപാടിലേക്കാണ് CPM വന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റും ശനിയാഴ്ച സംസ്ഥാന സമിതിയും ചേരുമ്പോ ഇത് നിശ്ചയിക്കുന്നതാണ് തോന്നുന്നത്. ഇതിന്റെ ഒരു തീരുമാനം അപ്പോൾ ഉണ്ടാകും. പക്ഷെ സമ്മർദ്ദം ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ അതൊരു പ്രതിസന്ധി തന്നെയാണ്. അത് മുകേഷ് മാത്രമല്ല, മുകേഷിന്റെ അറസ്റ്റും കോടതി തടഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 3 വരെ തടഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എറണാകുളം. മുകേഷിന് ഒരു ബലാത്സംഗ കേസ് പരാതി വന്നിട്ടുണ്ട്. ലൈംഗികാതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിൽ നടന്മാരായ മുകേഷ്, ഇടവേള ബാബു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ പേരിൽ ബലാത്സംഗത്തിനാണ് കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തിട്ടുള്ളത്. എഴുത്തുകാരിയായിട്ടുള്ള ഒരു യുവതിയാണ് പരാതി സംവിധായകൻ VK പ്രകാശിനെതിരെ കൊടുത്തിട്ടുള്ളത്. അപ്പോ മുകേഷിനെ കുറിച്ച് പരാതിക്കാരി പറയുന്ന ഒരു വാർത്ത ഉണ്ടല്ലോ, പ്രിയങ്ക, എന്തായിരുന്നു? മുകേഷ് MLA സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ലെന്നും ഒരു കള്ള മുഖംമൂടി വെച്ചാണ് ആ കസേരയിൽ ഇരിക്കുന്നതെന്നാണ് എറണാകുളം സ്വദേശിനിയായ പരാതിക്കാരി പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ MLA സ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇപ്പൊ ഇരിക്കാനായിട്ട് അർഹനല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റോട് പരാതിക്കാരി. അത് മാത്രല്ല, മുകേഷിനാണ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും അധികം പണം നൽകിയിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളിൽ CPM ഏറ്റവും അധികം പണം നൽകിയത് മുകേഷിനാണെന്നാണ് പറയുന്നത്. 7 തവണയായിട്ട് 79 ലക്ഷം രൂപയാണ് മുകേഷിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി നൽകിയിട്ടുള്ളതാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെ മറ്റൊരു കേസ് വന്നിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറെ പീഡിപ്പിച്ചെന്ന പരാതി ആറാട്ടെണ്ണം പെട്ടു എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മേക്കപ്പ് ആർട്ടിസ്റ്റായ ട്രാൻസ്ജെൻഡറിനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ 5 ആളുടെ പേരിൽ കേസ്. ആറാട്ടെണ്ണം എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി, അലിൻ ജോസ് പെരേര, അഭിലാഷ് പട്ടായം, ബ്രൈറ്റ്, ഹ്രസ്വചിത്ര സംവിധായകൻ വിനീത് എന്നിവരുടെ പേരിലാണ് കേസ്. ഈ സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന പറയുന്നത് അവർക്ക് തന്നെ സിനിമയിൽ അവസരമില്ല. അവരെങ്ങനെയാണ് അവസരം നൽകാമെന്ന് ചിന്തിക്കാമായിരുന്നു അല്ലേ? 34 വയസ്സുള്ള ട്രാൻസ്ജെൻഡറിനെയാണ് 34 വയസ്സുള്ള ട്രാൻസ്ജെൻഡറിനെ സൗത്ത് ചിറ്റൂരിലെ വാടക വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നാണ് പരാതി വന്നിരിക്കുന്നത്. എവിടെ നോക്കിയാലും പീഡനം. ആണെന്നോ പെണ്ണെന്നോ ഇല്ല, പീഡനം. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ആണെന്നോ പെണ്ണെന്നോ അല്ല, അത് വളരെ ഒരു പോയിന്റ് ആണത്. കാരണം പുരുഷന്മാരും ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അതെ അതെ. അപ്പോ സിദ്ദിഖിനെതിരെയും കൂടുതൽ തെളിവുകളുണ്ട്. യുവനടിയുടെ മൊഴി ശരിവെച്ച് പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ തെളിവുണ്ടെന്നുള്ളൊരു പ്രത്യേക ഒരു എടുത്തു പറയേണ്ട ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. തെളിവ് സഹിതമാണ്. കാരണം കഴിഞ്ഞ ദിവസം ജയസൂര്യ ഇവിടെ ഇല്ല, ജയസൂര്യ പുറത്താണ്. ജയസൂര്യ ഇങ്ങോട്ടേക്ക് വരാത്തതിന്റെ പിന്നിൽ ഒരു പേടിയുണ്ട് എന്ന് ഒരു വാർത്ത കണ്ടിരുന്നു. പ്രമുഖ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. സുഹൃത്തുക്കളോട് അദ്ദേഹം സംസാരിച്ചു അത്രേ. അതായത് വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉണ്ട് എന്നുള്ളത്.
അപ്പോ പോലീസ് ആ ഒരു പ്രത്യേക അന്വേഷണ സംഘം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം എതിരാളികളെല്ലാം പ്രമുഖരാണ്. അപ്പോൾ ചുമ്മാ ഒരു ആരോപണം വെച്ചൊന്നും കേസെടുക്കാൻ സാധിക്കില്ലല്ലോ, അല്ലെ? അതെ, പെട്ടെന്ന് ഊരിപ്പോരാനൊക്കെ സാധിക്കും. അടുത്ത പീഡനം, രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിക്കുന്ന യുവാവ്, പത്രത്തിൽ മൊത്തം പീഡനമേ ഉള്ളൂ. അത് തന്നെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മൊത്തത്തിൽ ഈ ലൈംഗിക ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മദ്യം നൽകി വിവസ്ത്രനാക്കി രഞ്ജിത്ത് ലൈംഗികമായി തന്നെ അബ്യൂസ് ചെയ്തു എന്നാണ് ആ യുവാവ് പറയുന്നത്. അഭിനയമോഹിയായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം ചോദിച്ചതാണ്. അപ്പോ മദ്യലഹരിയിലായിരുന്ന രഞ്ജിത്ത് ആ യുവാവിനോട് ന്യൂഡായിട്ട് നിൽക്കാൻ ആവശ്യപ്പെട്ടു. ആ ഫോട്ടോസ് ഒരു പ്രമുഖ നടിക്ക് അയച്ചു കൊടുത്തുള്ള ഗുരുതരമായ ആരോപണമാണ് രഞ്ജിത്തിനെതിരെ യുവാവ് ഉന്നയിക്കുന്നത്. ആ പ്രമുഖ നടിയുടെ പേരും പ്രമുഖ മാധ്യമങ്ങളിൽ ഈ യുവാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളതിപ്പോ എടുത്തിടുന്നില്ല. തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റിയിൽ നിന്നൊന്നും മാറിയാൽ ഇനി ഏതാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് കൊടുക്കുന്നത്? ദുരിതബാധിതർക്ക് ഒറ്റ നില വീട് പറയുന്നുണ്ട് മുഖ്യമന്ത്രി. ആ വാർത്ത ഒന്ന് പ്രിയങ്ക ഒന്ന് വായിച്ച. ആ വാർത്ത, വയനാട് ദുരന്ത ബാധിതർക്ക് 1000 ചതുരശ്ര അടിയിലുള്ള ഒറ്റനില വീട് സർക്കാർ നിർമ്മിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പുനരധിവാസം ചർച്ച ചെയ്യാനുള്ള സർവകക്ഷി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീട് നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസത്തിൽ മുൻഗണന നൽകും. തീർച്ചയായിട്ടും. അപ്പോ വളരെ നല്ലൊരു പുനരധിവാസ പാക്കേജാണ് നമ്മുടെ സർക്കാർ വയനാടിനോട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അതെ, ഒരു 2000 കോടിയോളം രൂപ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ തകർന്നടിഞ്ഞ ചൂരൽമല, മുണ്ടക്കൈ പോലുള്ള സ്ഥലങ്ങളെ പുനരധിവസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെ? പിന്നെ അതുപോലെ തന്നെ കുടുംബശ്രീയുടെ 20 കോടിയും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഉരുൾപൊട്ടലിൽ സർവ്വതും തകർന്ന വയനാടിന്റെ പുനരധിവാസത്തിനായി കുടുംബശ്രീയുടെ വക 20 കോടി. പിന്നൊരു വാർത്ത എന്ന് വെച്ചാൽ ഇപ്പം ഡോക്ടർമാർക്ക് ആശങ്കയാണ് രാത്രിയിൽ ജോലി ചെയ്യാൻ. അവർക്ക് സുരക്ഷയില്ലല്ലോ. കാരണം ഇപ്പൊ അടുത്തിടെ നേഴ്സിനെ പിടിപ്പിച്ചു പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര പേടിയാണ് രാത്രി ജോലി ചെയ്യാനെന്നാണ് പറയുന്നത്. അതായത് രാത്രി കാലങ്ങളിൽ ആശുപത്രികളിൽ ജോലി ചെയ്യുമ്പോൾ സുരക്ഷ ഉറപ്പില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം നടത്തിയ സർവേയിൽ ആശുപത്രിയിലെ രാത്രി സുരക്ഷയിൽ 82% പേരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്വകാര്യ സർക്കാർ മേഖലയിലെ ഡോക്ടർമാരെ സംഘടിപ്പിച്ച് IMA നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ. ഡോക്ടർമാർക്ക് മാത്രമല്ല നേഴ്സുമാർക്കും പേടിക്കണം. ഇപ്പൊ മറ്റേ മുംബൈയിൽ നടന്ന കൊലപാതകം വന്നപ്പോൾ തന്നെ എനിക്ക് തന്നെ പേടിയായി. കാരണം എന്റെ ചേച്ചിയും നേഴ്സാണ്. എന്റെ ചേച്ചിക്കും രാത്രി നൈറ്റ് ഇപ്പം 6 മണിയാണ് ഡ്യൂട്ടി പറഞ്ഞിട്ടുള്ളതെങ്കിൽ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അപ്പൊ രാത്രി ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തായാലും പേടിക്കണം. അപ്പം ആരോഗ്യ പ്രവർത്തകർക്ക് വരെയാണ് ഇപ്പം പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ. അവര് നമുക്ക് വേണ്ടിയാണ് സേവനം ചെയ്യുന്നത്. അവരെ തന്നെയാണ് അബ്യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒരു പബ്ലിക്കായിട്ട് ഏത് സമയവും ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന. അതെ, അവരുടെ സമയം അവര് കളഞ്ഞ് നമുക്ക് വേണ്ടിയാണത്. അവർക്ക് പറയാം എനിക്ക് 6 മണി വരെയാണ് ഡ്യൂട്ടി, എനിക്ക് പോണോന്ന് പറയാം. പക്ഷെ അവരത് ചെയ്യുന്നില്ല. എക്സ്ക്യൂസ് തരാതെ അവര് അത്രയും അവരുടെ ഡെഡിക്കേഷൻ ആണത്. അവിടുത്തെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കരുത്തുറ്റതാക്കുക എന്നുള്ളതാണ്. നേഴ്സസ് ഡേ വരുമ്പോ എല്ലാരും പറയും നേഴ്സുമാരെന്താ മാലാഖമാരെന്താ. പക്ഷെ എന്നിട്ട് അവരെ തന്നെയാണ് പീഡിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. എന്താണ് മെഡിക്കൽ മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടും ഈ പറയുന്ന കൊൽക്കത്ത പോലുള്ള സ്ഥലങ്ങളിലെ ആ ഡോക്ടറുടെ അല്ലെ ആ ഒരു ഇത് കാരണമായിട്ടുണ്ട്. പിന്നെ ഇതൊരു തുടർന്നുള്ള ദിവസങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്യായിരുന്നു. സോ അത്രയും സംരക്ഷിക്കപ്പെടേണ്ട ആശുപത്രി സംവിധാനങ്ങളിൽ പോലും സുരക്ഷയില്ല എന്നുള്ളൊരു ദുഃഖകരമായ വാർത്തയാണ്, അല്ലെ? പിന്നീടുള്ള പ്രധാന മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP നടത്തിയ ഒരു പ്രകടനം അത് വളരെ സ്ലാപ്സ്റ്റിക് ആയിരുന്നു. കാരണം കയ്യില് രണ്ട് കരങ്ങളിലും 2 കോഴികളും. യൂത്ത് കോൺഗ്രസ് യുവമോർച്ചയൊക്കെ അല്ല, യുവമോർച്ച ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ മഹിളാ കോൺഗ്രസ് അത് ഇത് ശരിക്കും BJPയുടെ പ്രകടനമാണ് അങ്ങനെ വന്നത്. അതായത് 2 കയ്യിലും കോഴി, മുകേഷിന്റെ പടം വെച്ചിട്ട് 2 കയ്യിലും കോഴി, മുഖത്ത് മുകേഷിന്റെ പടം ഒട്ടിച്ചിട്ട്. പക്ഷെ പോലീസുകാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതെ ഭയങ്കരമായ ഒരു പ്രതിഷേധമായിരുന്നു അത്. വളരെ ഒരു അല്ലെ സ്ലാപ്സ്റ്റിക് രീതിയിലായിരുന്നു.
പ്രത്യേകിച്ച് BJP അങ്ങനെ ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല അല്ലേ? അങ്ങനെ അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രമുഖ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിച്ചാൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ? ഫുള്ള് പരസ്യ. അത് തീർച്ചയായിട്ടും എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും പരസ്യം ഉൾപേജുകളിലും ഫ്രണ്ട് പേജിലും ഒക്കെ ഉണ്ട്. പിന്നെ മംഗളത്തിന്റെ ഫ്രണ്ട് പേജിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു വലിയ പരസ്യമുണ്ട്. 2047 ഒരു വികസിത് ഭാരതത്തിനായുള്ള രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുക. വികസിത് ഭാരതം എന്ന് പറഞ്ഞാൽ വികസിത ഭാരതത്തിനായുള്ള രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുക. നമുക്കറിയാം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിന്റെ അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു 2047 ഇന്ത്യ വികസിക്കുമെന്ന്. അങ്ങനെ പ്രഖ്യാപനം നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ വധവൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം എന്നുള്ളൊരു പരസ്യം. വധവൻ തുറമുഖത്തിനും ഉദ്ഘാടനത്തിനും ഫൗണ്ടേഷൻ ശിലാസ്ഥാപനം. ഉടനീളമുള്ള വിവിധ മത്സ്യബന്ധന പദ്ധതികളുടെ ഫൗണ്ടേഷൻ ഫോർ റോയിങ് സാങ്കല്പിക ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു പരസ്യമാണ് മംഗളം കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് മഹാരാഷ്ട്രയിലാണെന്ന് പറഞ്ഞിട്ടോ. അതെ. വെള്ളിയാഴ്ച 30 ഇന്ന് ഓഗസ്റ്റ് 24 അൽ പാൽഘറിൽ വെച്ച് ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് 30. ഓക്കെ. ഇത് ഭാരതത്തിന്റെ വധവൻ എന്നുള്ള തുറമുഖം ഭാരതത്തിന്റെ 13ാമത്തെ പ്രധാന തുറമുഖമാണ്. പദ്ധതി ചെലവ് തന്നെ 76,200 കോടി രൂപയാണ്. വലിയ നല്ല നല്ല കാര്യം കൊണ്ട് അതെ അതെ കുട്ടി പത്രമൊന്നും വായിക്കാറില്ലാന്ന് തോന്നുന്നു. അപ്പൊ പ്രമുഖ പത്രങ്ങളുടെ വാർത്തകൾ എടുക്കൂ, നോക്കൂ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഓക്കെ. അയ്യപ്പന്മാർ അതിഥികൾ കൊള്ളയടിച്ചാൽ കുടുങ്ങും. മണ്ഡലകാലം വരാൻ പോവാണല്ലോ. അപ്പൊ ഒരു പ്രത്യേക വാർത്ത വന്നിട്ടുണ്ട്. പാർക്കിംഗ് മൈതാനങ്ങളിലും മറ്റിടങ്ങളിലും ശബരിമല തീർത്ഥാടകർ നേരിടുന്ന ചൂഷണങ്ങളും ജലസ്രോതസ്സുകളുടെ മലിനീകരണവും തടയാൻ എരുമേലി ഗ്രാമപഞ്ചായത്ത് മണ്ഡലകാലം മുൻനിർത്തി ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർന്ന വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ ഇതിനായുള്ള പ്രാഥമിക തീരുമാനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും രൂപരേഖയായി. ഗതാഗത ക്രമീകരണം, മാലിന്യ വിഷയം, സ്വകാര്യ പാർക്കിംഗ് മൈതാനങ്ങളിലെ നിരക്ക് തുടങ്ങിയ വിഷയങ്ങളിൽ വരും ദിവസങ്ങളിൽ പ്രത്യേക യോഗം ചേരാനും തീരുമാനമായി. അതായത് യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണ് പ്രിയങ്ക? ഇത് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. അയ്യപ്പന്മാരെ അതിഥികളാണ്, കൊള്ളയടിച്ചാൽ കുടുങ്ങും. ഓക്കെ. യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ. പ്ലാസ്റ്റിക് നിരോധിക്കും. നല്ലൊരു കാര്യമാണ്. അത് ശരിയാ. കച്ചവടത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ വാടകയ്ക്ക് താമസിക്കുന്നവർ ശുചിത്വം പാലിച്ചില്ലെങ്കിൽ കെട്ടിട ഉടമയ്ക്കെതിരെ നടപടി ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജലസ്രോതസ്സുകളിലേക്ക് മലിനജലവും മാലിന്യവും തള്ളുന്നവർക്കെതിരെ നടപടി. നല്ല കാര്യം. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണത് പറഞ്ഞതിന്. നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്, ഓണം വന്നാലും കർഷകന് കഞ്ഞി കുമ്പിടിൽ തന്നെ. വിലയിടിവിനെ തുടർന്ന് ഓണത്തിനായി കൃഷി ഇറക്കി കർഷകർ പ്രതിസന്ധിയിൽ. കോട്ടയത്ത് കർഷകരുടെ അവസ്ഥ വളരെ ഭീകരമാണെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. അവർ വിചാരിക്കുന്ന വിലകൾ പല വിളവിനും ലഭിക്കുന്നില്ല. ആ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന കർഷകർക്ക് തന്നെ ഈ ഒരു അവസ്ഥ സംജാതമാകുന്നത് ദുഃഖകരമാണ്. തീർച്ചയായിട്ടും അങ്ങനെ. അപ്പോൾ അടുത്തൊരു പ്രധാന വാർത്തയിലേക്ക് പോയാലും പരസ്യം കൊണ്ട് നിറഞ്ഞിരിക്കാനുള്ള പരസ്യമല്ലാതെ വാർത്ത. അതായത് സെപ്റ്റംബർ 22 നമ്മുടെ പ്രൈം മിനിസ്റ്റർ അമേരിക്കയിലേക്ക് പോകുന്നു എന്നാണ് അടുത്തൊരു വാർത്ത. ഈ കഴിഞ്ഞ ദിവസമാണ് യുക്രൈനും ഒക്കെ സന്ദർശിച്ചിട്ട് പ്രധാനമന്ത്രി തിരിച്ചു വന്നത്. ഇനി അടുത്ത സെപ്റ്റംബറിൽ വീണ്ടും അമേരിക്കയ്ക്ക് പോവാണെന്നാണ് പറയുന്നത്. അതെ. അടുത്ത മാസം 22 മുതൽ US സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കും. ന്യൂയോർക്കിൽ ഇന്ത്യൻ വംശജരുടെ പരിപാടിയിലും പങ്കെടുക്കും. സെപ്റ്റംബർ 24 മുതൽ 30 വരെ UN ജനറൽ അസംബ്ലിയുടെ 79ാമത് ഭാവി ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി പോകുന്നത്. പരിപാടിക്കാണല്ലോ പോകുന്നത്. അത് നമ്മുടെ വിശ്വഗുരു എന്നുള്ള രീതിയിൽ ലോകം ഇപ്പോൾ നരേന്ദ്രമോദിയെ വാഴ്ത്തുന്നുണ്ട്. അദ്ദേഹം പോകുന്ന ഇടങ്ങളിലെല്ലാം സമാധാനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ലോകം മൊത്തമുണ്ട്. പക്ഷെ നരേന്ദ്രമോദി പോകുന്ന ഇടങ്ങളിലെല്ലാം യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, ഇത് സമാധാനത്തിന്റെ കാലഘട്ടമാണെന്നുള്ള ഒരു സന്ദേശം പകർന്നു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഉക്രൈനിലും അതുപോലെ ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാടുകളൊക്കെ സമീപകാലത്ത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് മോദിയുടെ ഈ യാത്രകള്
കൂടുതൽ സമാധാനപരമായ അന്തരീക്ഷം ലോകത്ത് സൃഷ്ടിക്കാൻ കാരണമാകുന്നുണ്ടെന്ന് ഒരു പഠനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മോദിക്ക് കിട്ടിയേക്കാം എന്നുള്ളൊരു സൂചനകളും അതോടൊപ്പം വരുന്നുണ്ട്. പിന്നെ വേളാങ്കണ്ണിയിൽ തിരുനാളിന് കൊടിയേറി. നാഗപട്ടണം ലോകപ്രസിദ്ധമായ വേളാങ്കണ്ണി ആരോഗ്യമാതാ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി. ഇന്നലെ വൈകുന്നേരം തഞ്ചാവൂർ ബിഷപ്പ് ഡോക്ടർ സഹായരാജ് കൊടിയേറ്റ് നിർവഹിച്ചു. സെപ്റ്റംബർ 8-നാണ് പ്രധാന തിരുനാൾ ആഘോഷം. പോണല്ലോ അല്ലേ? പോണ്ടേ? പോണം. അതെ അതെ പോകാം. ഇവിടെ നിന്ന് ലീവ് കിട്ടിയാൽ പോകാം. അത് നോക്ക് തമിഴ് സിനിമയിലും ലൈംഗിക അതിക്രമം. അതെ, വിശാലിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതാ അത് ഭയങ്കര ഒരു ഇതായിരുന്നത്. അതെന്തായിരുന്നു? അഡ്ജസ്റ്റ്മെന്റുകാരെ നടിമാർ ചെരിപ്പൂരടിക്കണം എന്ന് വിശാല് പറയും. എന്താണ് തെറ്റ് ചെയ്യുന്നവർക്ക് ജയിലും. അതാണുള്ള വരുന്നത് ചെന്നൈയില്. തമിഴ് സിനിമയിലെ ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പരിശോധിക്കാൻ തമിഴ് താരസംഘടനയായ നടികർ സംഘം 10 ദിവസത്തിനകം കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ജനറൽ സെക്രട്ടറിയായ നടൻ വിശാൽ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിൽ കോളിളക്കമുണ്ടാക്കിയ വിവാദങ്ങളെ പറ്റി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും. അപ്പൊ വിശാലിന്റെ ശക്തമായ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് തമിഴ് സിനിമയിലും ഇതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു അന്വേഷണം വേണമെന്നാണ് വിശാല് പറയുന്നത്. അവിടെ ഇതുപോലെ അവിടെയും ഒരുപാട് എല്ലാ ഇൻഡസ്ട്രികളിലും, അതായത് ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമ ഇൻഡസ്ട്രി ഇതിന് തുടക്കം കുറിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ മലയാളത്തിൽ മാത്രം പ്രശ്നമുള്ളത് കൊണ്ട് ഈ മലയാളത്തിൽ മാത്രം അന്വേഷണം വന്നു എന്നൊന്നുമല്ല. ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയിൽ ഈ അന്വേഷണം വന്നു. അതൊരു പുതിയ ചരിത്രമാണ്. ആ ചരിത്രം ഇതുപോലെ എല്ലാ ഇൻഡസ്ട്രികളിലേക്കും വ്യാപിപ്പിച്ച് മൊത്തം ഇന്ത്യൻ സിനിമയെ ശുചീകരിക്കുന്ന ഒരു പ്രവർത്തനം നടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എല്ലായിടത്തും സ്ത്രീകൾക്കെതിരെ ചൂഷണമുണ്ട്. പക്ഷെ ഇപ്പം ഇങ്ങനൊരു കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് അത് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അതെ. മറ്റൊരു വാർത്ത പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് 100 GB സൗജന്യ സ്റ്റോറേജ് AI ക്ലൗഡുമായി റിലയൻസ് വരുവാണ്. ജിയോ ഉപയോക്താക്കൾക്ക് 100 GB വരെ സൗജന്യ സ്റ്റോറേജ് നൽകുന്ന AI ക്ലൗഡുമായി റിലയൻസ്. ചിത്രങ്ങൾ, വീഡിയോ, ഡിജിറ്റൽ ഡാറ്റ എന്നിവ സൂക്ഷിക്കാനും കാണാനും ജിയോ AI ക്ലൗഡ് വഴി സാധിക്കും. അതായത് എയുടെ പുതിയ ഒരു സാങ്കേതികത ഉപയോഗിച്ച് 100 GB വരെ സൗജന്യമായിട്ടുള്ള സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലർക്കും സ്റ്റോറേജ് ഇല്ല. പല നല്ല നല്ല ഫയലുകൾ ഡിലീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ, പലതും ഡിലീറ്റ് ചെയ്തിട്ട് പുതിയത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. എന്താ ചെയ്യാ? അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് ഗൂഗിളിൽ തന്നെ പൈസ കൊടുക്കേണ്ട സിറ്റുവേഷൻ മാസം. അപ്പൊ ഈ അവസരത്തിൽ 100 GB സൗജന്യ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെ. അല്ല 130 രൂപയൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് മാസം സ്റ്റോറേജ് കൂടാൻ ഗൂഗിളിലൊക്കെ. പിന്നെ അപ്പൊ അങ്ങനെ ടെലിഗ്രാമിന്റെ വിവാദം കനക്കുന്നുണ്ടല്ലോ. അതെ. അതായത് ദുരോവിന് മേൽ കുറ്റം ചുമത്തി. മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ ടെലിഗ്രാമിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ പാവേൽ ദുരോവിനുമേൽ പ്രാഥമിക കുറ്റം ചുമത്തി ഫ്രാൻസ്. സംഘടിത കുറ്റകൃത്യങ്ങളും അനധികൃത ഇടപാടുകളും നടത്താൻ ടെലഗ്രാമിനെ അനുവദിച്ചെന്നാണ് ചുമത്തിയ പ്രാഥമിക കുറ്റം. കേസിൽ ദുരോവ് ക്രിമിനൽ അന്വേഷണം നേരിടണമെന്നും രാജ്യം വിടരുതെന്നും ബുധനാഴ്ച ഫ്രഞ്ച് കോടതി ഉത്തരവിട്ടു. 50 ലക്ഷം യൂറോ, അതായത് ഏകദേശം 46 കോടി രൂപ ജാമ്യത്തുകയ്ക്ക് ഉപാധികളോടെ ദുരോവിനെ വിട്ടയച്ചത്. ആഴ്ചയിൽ 2 തവണ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ടെലിഗ്രാമിനെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉപയോഗിക്കുന്നത് തടയുന്നതിൽ പരാജയപ്പെട്ടെന്നാരോപിച്ച് ശനിയാഴ്ചയാണ് ദുരോവിനെ ഫ്രഞ്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 4 മാസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് കുറ്റം ചുമത്തി ജാമ്യത്തിൽ വിട്ടത്. തെളിഞ്ഞാല് 10 വർഷം വരെ തടവും 5 ലക്ഷം യൂറോ പിഴയും, അതായത് ഏകദേശം ഒരു 4.6 കോടി രൂപ ലഭിക്കാവുന്ന കുറ്റമാണ് ദുരോവിന്റെ പേരിൽ ചുമത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും ചിലപ്പം ടെലഗ്രാമിനെ ബാൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതെ, നമ്മളെല്ലാവരും ടെലഗ്രാമിന് പോയി. അല്ല, നമുക്ക് പഴയ സിനിമകൾ വരെ നമുക്ക് ടെലഗ്രാമിൽ, പുതിയ സിനിമ എന്നല്ല, പഴയ സിനിമകൾ വരെ നമുക്ക് ടെലഗ്രാമിൽ നിന്ന് കിട്ടും. അപ്പൊ ഒരുപാട് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെയാണ് ടെലഗ്രാം ബാൻ ചെയ്യുന്നത് ബാധിക്കാൻ പോകുന്നത്. അതായത് ഒരുപാട് പേർക്ക് സിനിമയുടെ ഒരു അനന്തമായ ഒരു തുറന്നു കൊടുത്തൊരു സംഭവമാണ് ടെലിഗ്രാം. സിനിമ മാത്രമല്ല, സീരീസുകള്. എത്ര പേരാണ് ഒരു സിനിമാ സ്വാതന്ത്ര്യത്തിന്റെ റേഞ്ച് തന്നെ മാറ്റിയത്. അങ്ങനെ ടെലിഗ്രാം ഇല്ലെങ്കിൽ
ഒരു ദിവസം തള്ളി നീക്കാൻ പറ്റാത്ത യുവാക്കളുണ്ട് ഇവിടെ. ഞാനടക്കം ഞാൻ ഒരു ദിവസം ഞാൻ സിനിമ കാണുന്ന ഒരാളായിട്ട് ടെലിഗ്രാമില്. അപ്പൊ ടെലിഗ്രാം ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ഇന്ത്യയിൽ ചിലപ്പോൾ ബാൻ ചെയ്തേക്കാം. കാരണം ഇവിടെ ചിലപ്പോൾ അതായത് അവരിപ്പോ ടെലഗ്രാമിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടത്തുന്നുണ്ടോ, അങ്ങനെ ഇല്ലെങ്കിൽ ബാൻ ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്യാതിരിക്കട്ടെ. അതെ അതെ. പിന്നെ കേരളീയതയുടെ വാദ്യബിംബം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക് 70 വയസ്സ് തികയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കലാ ജീവിതത്തിന് അദ്ദേഹം നൽകിയ സംഭാവന, കേരളത്തിലെ ഒരു കലാ സബര്യ തന്നെ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. അതായത് പി ജയചന്ദ്രന്റെ പാട്ടുകളുടെ കേൾവിസുഖത്തിന് സമാനമാണ് ശങ്കരൻകുട്ടിയുടെ തായമ്പക വാദാനുഭവം. സഹൃദയ മനസ്സിനെ വിമലീകരിച്ച് ഗൃഹാതുരത്വമാർന്ന ആർദ്രതയാണ് ഇരുവരുടെയും കലയിലെ സാരസ്വത രഹസ്യമോ. എന്തൊരു വാക്കുകളാണ് വായിക്കാൻ പറ്റുന്നത്. അതെ അതെ. ഡോക്ടർ NP വിജയകൃഷ്ണൻ എഴുതിയൊരു ലേഖനം മാതൃഭൂമി 8ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ കലാജീവിതത്തെ കുറിച്ചാണ് അത് പ്രതിപാദിക്കുന്നത്. കാലം 1965. ഒരച്ഛനും മകനും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാംഗ്ലൂർ മദ്രാസ് മെയിലിന് ഒറ്റപ്പാലത്തേക്ക് ടിക്കറ്റ് എടുത്ത് വണ്ടി കയറുന്നു. അവിടെ ഇറങ്ങി മയിൽവാഹനം ബസ്സിൽ പത്തിരിപ്പാലയിലെത്തി ഗാന്ധി സേവാ സദനത്തിലേക്ക് നടക്കുന്നു. കേരളീയ വാദ്യകലയുടെ സൗഭാഗ്യഭാവിയിലേക്കുള്ള മകന്റെ പ്രവേശന യാത്രയുടെ പ്രാരംഭമാണെന്ന് ആ അച്ഛൻ വിചാരിച്ചിരുന്നില്ല. പത്തിരിപ്പാലമെന്ന് അനുസ്വാരമിട്ട് തിരുത്തി വായിച്ച ആ ബാലൻ പിൽക്കാലം വാദ്യകലയെ ആകെ സുസ്വരത്തിൽ പുതുക്കി എഴുതാൻ പ്രാപ്തനാവുകയായിരുന്നു. മട്ടന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ മാരാരും ശങ്കരൻകുട്ടിയുമായിരുന്നു ആ അച്ഛനും മകനും എന്ന് ആദ്യത്തെ പാരഗ്രാഫിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മനോഹരമായ ഒരു ലേഖനം അതിലുണ്ട്. വായിക്കേണ്ടവർക്ക് വായിക്കാം. മാതൃഭൂമിയുടെ 8ാമത്തെ പേജിൽ. തീർച്ചയായിട്ടും. വേറെ വാർത്തകൾ നമുക്ക് സ്പോർട്സ് പേജിലേക്ക് പോകാൻ സമയമായോ? തീർച്ചയായിട്ടും. സ്പോർട്സ് പേജിലേക്ക് നമുക്ക് ഇന്ന് പത്രം വരാൻ വൈകിയതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി മാറി. കാരണം നമ്മുടെ സമയം, നമ്മുടെ പ്ലാനിങ് എല്ലാം മറിഞ്ഞു. അല്ലെങ്കിൽ നേരത്തെ തന്നെ തുടങ്ങേണ്ട ഒരു പ്രോഗ്രാം. നമ്മൾ പത്രം നോക്കി ഇരുന്ന് പത്രം വന്നപ്പോ 9:30. അതെ അതെ. നേരത്തെ തന്നെ നമുക്ക് നോട്ട് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. പത്രം വരുമ്പോ തന്നെ ഏതൊക്കെ വാർത്തകൾ. സഡൻ ആയതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ പരതി നോക്കുക, അതും സമയം പോവുക. ഒരു വിധത്തിലുള്ള വാർത്തകളൊക്കെ നമ്മള് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, എല്ലാ വാർത്തകളും ചിലപ്പോൾ മിസ്സായേക്കാം. ഇന്ന് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട്. തീർച്ചയായിട്ടും നല്ല തീർച്ചയായിട്ടും. അപ്പോ സ്പോർട്സ് പേജിലേക്ക് പോകാം. എന്താണ് നീതു സ്പോർട്സ് പേജിലെ പ്രധാനപ്പെട്ട വാർത്തകൾ? അതായത് പാരാലിമ്പിക്സ് തുടങ്ങിയില്ലേ, അപ്പൊ അതില് ആദ്യ സ്വർണം കിട്ടിയ ഒരാളെ കുറിച്ചാണ്, കരോളിൻ. പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണം നെതർലാൻഡ്സിന്റെ കരോളിൻ ഗ്രൂട്ടിന്. നെതർലാൻഡ്സ് ആണ് ആദ്യത്തെ സ്വർണം കൊണ്ടുപോയത്. എനിക്കെന്തോ ചെറുപ്പം മുതൽ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു സ്ഥലം, ഒരു ബ്രിഡ്ജ്, അതൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം. എനിക്ക് നെതർലാൻഡ്സിൽ പോകാൻ വേണ്ടിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. നല്ല കാര്യം. വനിതാ സൈക്ലിംഗ് ടൈം ട്രയൽ ഇനത്തിലാണ് കരോളിൻ ജേതാവായത്. 35.56 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ഫ്രാൻസിന്റെ മേരി പാദോൽ വെള്ളിയും കാനഡയുടെ കേറ്റ് ഒബ്രിയാൻ വെങ്കലവും നേടി. വ്യാഴാഴ്ച പുലർച്ചെ വർണ്ണാഭമായ പരിപാടികളോടെയാണ് 17ാമത് പാരാലിമ്പിക്സിന് ദീപം തെളിഞ്ഞത്. ലോക നെറുകയിൽ ശീതൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യക്കാരിയായ ഒരാളെ കുറിച്ചുള്ള ഒരു വാർത്തയുണ്ട്. ശീതൾ ദേവി. ലോക നെറുകയിൽ ശീതൾ. പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ പാരീസിൽ തുടക്കമായ പാരാലിമ്പിക്സ് മത്സരങ്ങളും ആദ്യ ദിനം ഇന്ത്യക്ക് പ്രതീക്ഷയും നിരാശയും. പാരാലിമ്പിക്സ് വനിതയുടെ വ്യക്തിഗത കോമ്പൗണ്ട് ഓപ്പൺ റാങ്കിംഗ് റൗണ്ടിലേക്ക് ലോക റെക്കോർഡ് ഭേദിച്ച പ്രകടനം കാഴ്ചവെച്ച് ശീതൾ ദേവി ഇന്ത്യയുടെ അഭിമാനമായി. അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പാരാ അമ്പെയ്ത്ത് വനിതകളുടെ വ്യക്തിഗത കോമ്പൗണ്ട് ഓപ്പൺ റാങ്കിംഗ് റൗണ്ടിലാണ് ശീതൾ ദേവി റെക്കോർഡ് പ്രകടനം കാഴ്ചവെച്ചിട്ട് നമുക്ക് അഭിമാനമായി മാറിയത്. അറിയാലോ, അതെ, പാരീസ് ഒളിമ്പിക്സ്, ഇതിനു മുമ്പ് നടന്ന പാരീസ് ഒളിമ്പിക്സിൽ നമുക്കൊരു സ്വർണം പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാരാലിമ്പിക്സിൽ ഏറ്റവും ശക്തമായ, ഏറ്റവും ഒരു ആളുള്ള ടീമിനെയാണ് അയച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ടീമിനെ അയച്ചിരിക്കുന്നത് നമ്മൾ ഇന്ത്യ.
അപ്പൊ ഇന്ത്യ ഒരുപാട് മെഡലുകൾ നേടട്ടെ, സ്വർണ്ണം പോലുള്ള ഒരുപാട് മെഡലുകൾ നേടട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ശീതൾ ദേവിയൊക്കെ നമുക്ക് ഒരുപാട് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. അമ്പെയ്ത്തിലെ ലോക റെക്കോർഡാണ് കേട്ടോ അവര് തിരുത്തിയത് പാരാലിമ്പിക്സിലെ. തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. US ഓപ്പൺ ടെന്നീസില് ജോക്കോ ആര്യാന 3-ാം റൗണ്ടിൽ കടന്നു. വനിതാ സിംഗിൾസിൽ 2ാം സീഡ് ആര്യാന സബലങ്ക, 3ാം സീഡ് കോക്കോ ഗൌഫ് തുടങ്ങിയവർ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറിയപ്പോൾ 12ാം സീഡ് ഡാരിയ കാസ്റ്റാക്കിന 2ാം റൗണ്ടിൽ പുറത്തായി. എതിരാളി പാതി വഴിയിൽ പിന്മാറിയതിനെ തുടർന്ന് 25ാം ഗ്രാൻഡ് സ്ലാം ലക്ഷ്യമിടുന്ന നിലവിലെ ചാമ്പ്യൻ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് അനായാസം 3ാം റൗണ്ടിലെത്തി. അദ്ദേഹത്തിന് ഇതും കൂടി ജയിച്ചു 25ാമത് ഗ്രാൻഡ് സ്ലാം കിരീടവും 99 എന്തോ ആയിട്ട് നിൽക്കണം മൊത്തത്തിലുള്ള കിരീട കണക്ക്. ഇത് ജയിച്ചു കഴിഞ്ഞാൽ 100ലേക്ക് അത് മാറും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മാറട്ടെ. സഹീർ ലക്നൌവിൽ, നമ്മുടെ സഹീർ ഖാൻ അറിയോ? ബോളർ സഹീർ ഖാൻ. നിനക്കൊന്നും അറിയില്ല, വിവരവും ഇല്ല ദൈവമേ. അങ്ങനല്ല, സഹീർ ഖാൻ ഇന്ത്യയുടെ പേസ് ബോളർ ആയിരുന്നു, ലെഫ്റ്റ് ഹാൻഡർ. വിരമിച്ചു കുറെ നാൾക്ക് മുമ്പ്. അപ്പൊ ഇപ്പോഴത്തെ കളിക്കാരെ എനിക്ക് അറിയാവുന്നല്ലേ? സഹീർ ഖാൻ അറിയില്ലേ? സഹീർ ഖാൻ അറിയില്ല? സോറി, ക്രിസ്ത്യാനോ മെസ്സി അങ്ങനത്തെ ആൾക്കാരൊക്കെ അവരൊക്കെ അറിയത്തുള്ളൂ, അല്ലാതെ അറിയത്തില്ല. അതൊക്കെ ഫുട്ബോളാണ്. ഫുട്ബോളായാലും അവര് സ്പോർട്സ് താരങ്ങളാണ്. സ്പോർട്സ് അല്ലേ അറിയാമേ. ക്രിക്കറ്റിൽ ആരൊക്കെ അറിയാം? സച്ചിന്, ധോണി, വിരാട്. എന്ത് സംഗീത് പ്രതാപ സിനിമ നടനല്ലേ? അപ്പോ സഹീർ ലക്നൌവിൽ മുൻ ഇന്ത്യൻ പേസ് ബോളർ സഹീർ ഖാൻ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടീം ലക്നൌ സൂപ്പർ ജയൻസിലേക്ക് ചേർന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ടീമിന്റെ പുതിയ ബോളിംഗ് ഉപദേശകനായിട്ടാണ് അദ്ദേഹം ചേർന്നിരിക്കുന്നത്. പിന്നെ ക്രിസ്ത്യാനോയ്ക്ക് ആദരം കൊടുത്ത ഒരു ഉപഹാരം കൊടുത്തതായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് വൈറലാവുന്നുണ്ട്. യുവേഫ പ്രസിഡന്റ് അലക്സാണ്ടർ ചെഫറിനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ കൂടുതൽ ഗോളുകൾക്ക് ഉടമയായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ യുവേഫ ആദരിച്ചു. വ്യാഴാഴ്ച രാത്രി മൊണോക്കോയിൽ നടന്ന ചാമ്പ്യൻസ് ലീഗ് നറുക്കെടുപ്പിനിടെ യുവേഫ പ്രസിഡന്റ് അലക്സാണ്ടർ ചെഫറിൻ ക്രിസ്ത്യാനോയ്ക്ക് ഉപഹാരം കൈമാറി. പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ വിവിധ ടീമുകൾക്കായി ചാമ്പ്യൻസ് ലീഗിൽ 183 കളിയിൽ 140 ഗോൾ നേടിയിട്ടുണ്ട്. ലീഗ് ചരിത്രത്തിലെ ടോപ്പ് സ്കോററാണ് ക്രിസ്ത്യാനോ. ഒരു സീസണിൽ കൂടുതൽ ഗോളെന്ന റെക്കോർഡും ക്രിസ്ത്യാനോയുടെ പേരാണ്. അതായത് 17 ഗോളാണ് 2013-14 സീസണിൽ ക്രിസ്ത്യാനോ നേടിയത്. 5 തവണ ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ട പങ്കാളിയായിട്ടുള്ള ആളാണ് ക്രിസ്ത്യാനോ. എനിക്ക് മെസ്സിയാണ് ഇഷ്ടം, ക്രിസ്ത്യാനോനെ ഇഷ്ടമാണ്. പക്ഷെ കളി വരുമ്പോ മെസ്സിയാണ് ഇഷ്ടം. ലുക്കല്ല, അതെ കളിയാ. തീർച്ചയായിട്ടും. അപ്പോ ഇന്നത്തെ പ്രധാന പത്രവാർത്താസ്, പത്രം വന്നത് ഭയങ്കര താമസിച്ചാണ്. അതെ, മഴയായതുകൊണ്ടാണ് താമസിച്ചത്. അതുകൊണ്ട് എന്നാലും ഞങ്ങൾ വന്നു, ലേറ്റസ്റ്റ് ആയിട്ടാണെങ്കിൽ ഞങ്ങൾ വന്നു. അതെ, തീർച്ചയായിട്ടും. രാജിയോ എന്ന് പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ വരുന്നുണ്ട്. മുകേഷിന്റെ രാജിക്ക് സമ്മർദ്ദം കൂടുകയാണ്. ഉടൻ തന്നെ രാജിവെക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഒരു തൊലിക്കട്ടി പോലെ ഇരിക്കും കാര്യങ്ങൾ. ട്രോളുകളാണ് മുകേഷിന്. തീർച്ചയായിട്ടും. അപ്പോ ഹേമ കമ്മിറ്റി തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതെ, പല പല എല്ലാ പത്രവും ഹേമ കമ്മിറ്റി. അത് ഹേമ കമ്മിറ്റിയാണ്. ഷക്കീലയുടെ ഒരു വെളിപ്പെടുത്തലുകള്, പിന്നെ അതുപോലെ തന്നെ സിദ്ദിഖിനെതിരെ കിട്ടിയ തെളിവുകള്, അതുപോലെ പവർ ഗ്രൂപ്പ് ആരാണെന്നുള്ള ഒരു വ്യക്തതയൊക്കെ ഇപ്പൊ ജനങ്ങൾക്കിടയിലേക്ക് പരക്കുന്നുണ്ട്. ജയസൂര്യക്കെതിരെ വീണ്ടും ഒരു കേസ് ഫയലാവുന്നുണ്ട്. രഞ്ജിത്തിനെതിരെ ഒരു യുവാവിന്റെ കേസ് വരുന്നുണ്ട്. ഒരു പ്രമുഖ ഒരു നടിയുടെ പേരും അക്കൂട്ടത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ജെൻഡറെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി, അലിൻ ജോസ് പെരേര ഇവർക്കൊക്കെ എതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാവർക്കെതിരെയും ഇതുപോലെ ആരോപണങ്ങൾ, അങ്ങനെയല്ല, അതായത് സിനിമയായിട്ട് ബന്ധപ്പെട്ടവരും അല്ലാത്തവരായിട്ടുള്ള ആളുകൾക്കെതിരെയും ഇപ്പോൾ ആരോപണങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്നുണ്ടെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് വരുന്നത്. നീതിലക്ഷ്മി, ബാക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വാർത്തകളിൽ എന്താണ് കർഷകരുടെ വിഷയം, പ്രധാനമന്ത്രി മോദി US പോകുന്നതുമായി ബന്ധപ്പെട്ട, അതുപോലെ മംഗളത്തില് വദ്വാൻ
വധവൻ ഇതിന് പദ്വാൻ എഴുതിയിട്ടുണ്ട്. വധവൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറമുഖമാണെന്നാണ് പറയുന്നത്. അതെ, അതിന്റെ 2047 അത് ഭാരതത്തില് അത് വികസിതമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഈ വധവൻ എന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമൊക്കെ ഓപ്പൺ ആക്കുന്നതിന്റെ വാർത്തകളും വരുന്നുണ്ട്. പിന്നെ ഒരു കൂട്ടം പത്രങ്ങൾ, ഒരു കൂട്ടം പരസ്യങ്ങളുണ്ട് പത്രങ്ങളിൽ. അതെ, ഇപ്പൊ ഓണം ആയതുകൊണ്ട് പരസ്യം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പരസ്യത്തിന്റെ മൈജി, ഓക്സിജൻ, ബിസ്മി, നന്ദൽജി മഠ, അവിടെ എല്ലാം പരസ്യമായിരിക്കും. ഇനി പരസ്യം ഒരു ഫുൾ പേജ് മൊത്തം പരസ്യത്തിനായിരിക്കും കൊടുത്തേക്കുന്നത്. അതെ, അപ്പൊ കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ പിതാവിനെ രാത്രി വിളിച്ചറിയിച്ചത് ആത്മഹത്യയാണെന്നുള്ള രീതിയിൽ അവരുടെ മകള് മരിച്ചപ്പോ രാത്രി ആത്മഹത്യയാണെന്നുള്ളൊരു വിളിയാണ് വന്നത്. അപ്പോ അതും വളരെ ക്രൂഷ്യലാണ്. കാരണം അപ്പോ അധികൃതരായിട്ടുള്ളവരിൽ തന്നെ പ്രതികളുണ്ടെന്നുള്ളൊരു സൂചനയാണ്. നമ്മൾ ഹോസ്പിറ്റലിനുള്ളിൽ സുരക്ഷ എന്നുള്ളതാണ്. ഹോസ്പിറ്റലിനുള്ളിൽ സഹപ്രവർത്തകർ തന്നെ സംശയിക്കേണ്ട ഒരു സിറ്റുവേഷൻ കൊൽക്കത്തയിലെ ആ ഒരു പീഡന മുഖാന്തരം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്നാ വൈൻഡ് അപ്പ് ചെയ്താലോ? നന്നായിട്ട് വിശക്കുന്നു, നല്ലോണം വിശക്കുന്നുണ്ട്. എന്തായാലും അധിക സമയം ഇരിക്കുന്നില്ല, നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ ഇന്നത്തെ പത്രവാർത്താസിൽ നമ്മുടെ സ്ഥിരം ഇരിക്കുന്ന ഹർഷ, ജോസ്വിൻ, അനൂപ് എന്നിവരുടെ അഭാവമുണ്ട്. ആ അഭാവത്തിലാണ് ഇന്ന് പുതുതായിട്ട് നീതുലക്ഷ്മിയും പ്രിയങ്കയും വന്നിരിക്കുന്നത്. അത് എത്രത്തോളം അറിയില്ല, പക്ഷെ എന്തായാലും ഇന്ന് പത്രം വരാൻ താമസിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഐശ്വര്യം കൊണ്ടല്ലേ പ്രിയങ്ക? അതെ, ഇപ്പൊ ആരൊക്കെ മുടങ്ങിയാലും ഈ പത്രവാർത്താസങ്ങളുടെ പ്രോഗ്രാം മുന്നോട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് ഡെയിലി ഹാൻഡില് വരുന്ന വാർത്തകള് വെച്ചിട്ട് പോലും ചെയ്യാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് പത്രം വന്നു. അപ്പൊ തന്നെ ഞങ്ങൾ എടുത്തു വായിച്ചു അവതരിപ്പിച്ച്. എന്തായാലും ഇന്നത്തെ പത്രവാർത്താസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും നേരം ഞങ്ങൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഒരുപാട് വാർത്തകൾ മിസ് ചെയ്തിട്ടുണ്ട്, സമയപരിധി ഉണ്ട്. തീർച്ചയായിട്ടും. പിന്നെ പുതിയ ആൾക്കാരാണ്, ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പത്രം ആദ്യമായിട്ടായിരിക്കും വായിക്കുന്നത്. അങ്ങനെയല്ല ആദ്യമായിട്ടല്ല, ഇങ്ങനെ ഇരുന്ന് അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പൊ ഇനിയും പുതിയ പത്രവിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഡെയിലി എത്തുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.